എന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അത് നിങ്ങൾ പറഞ്ഞേ പറ്റൂ. എന്തെങ്കിലും ഒരു പെരുങ്കള്ളം പറഞ്ഞേ പറ്റൂ, ഇല്ലെങ്കിൽ ഇതോടെ തകരുമല്ല. ഓ, ഇനി അടുത്ത നാടകം കളിക്കാനുള്ള ആലോചനയിലാണോ? ഒരിക്കലും അല്ല ഗോകുൽ. ഗോകുലിന്റെ ചോദ്യങ്ങൾക്കെല്ലാം എനിക്ക് ഉത്തരവുണ്ട്. ശരിയാണ്, എല്ലാം അറിഞ്ഞിട്ടും ഞാൻ ഒന്നും അറിയാത്തതുപോലെ നിങ്ങളുടെ മുന്നിൽ അഭിനയിക്കായിരുന്നു. പക്ഷെ അതിനൊക്കെ എനിക്ക് വ്യക്തമായ കാരണങ്ങളുണ്ടായിരുന്നു ഗോകുൽ. ഗോകുലിന്റെ ഭാര്യയുടെ സ്ഥാനത്ത് അർച്ചനെ കണ്ടപ്പോ സത്യത്തിൽ ഏറ്റവും കൂടുതൽ നടുങ്ങിപ്പോയത് ഞാനായിരുന്നു. എന്നിട്ട് ഒന്നും തുറന്നു പറയണ്ടല്ലോ എന്ന് തീരുമാനമെടുത്തത് നിങ്ങളുടെ സ്നേഹം കണ്ടപ്പോഴാ. ആദ്യമെല്ലാം പറയണമെന്ന് തന്നെയാ ഞാനും കരുതിയത്. പക്ഷെ പിന്നീട് നിങ്ങൾ അടുത്തറിഞ്ഞപ്പോ ഗോകുല് അർച്ചനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഈ കുടുംബത്തിന്റെ സന്തോഷവും സമാധാനവും തകരാതിരിക്കാൻ വേണ്ടി മാത്രമാ ഞാൻ ഒന്നും ആരെ അറിയിക്കാതിരിക്കാൻ തീരുമാനിച്ചത്. ഓർമ്മയില്ലാത്ത അർച്ചനെ ഇവിടെ നടത്തിയെടുത്ത് സച്ചിയുടെ ജീവിതത്തിലേക്ക് പറിച്ചു നട്ടതുകൊണ്ട് ആർക്ക് എന്ത് പ്രയോജനമുള്ളത്? അർച്ചന പോലും ആ ജീവിതത്തിൽ സന്തോഷിക്കില്ല. ഇപ്പൊ ഇവിടെ എല്ലാവരും അനുഭവിക്കുന്ന സന്തോഷം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി മാത്രമാ ഒത്തിരി ആലോചിച്ച ശേഷമാ ഞാൻ ഇങ്ങനൊരു കടുത്ത തീരുമാനം എടുത്തത്. അർച്ചന സച്ചിയുടെ ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങിപ്പോയിട്ട് 10 വർഷങ്ങൾ കഴിഞ്ഞു. അവളിപ്പോ ഭർത്താവിന്റെ സ്ഥാനത്ത് ഓർക്കുന്നത് ഗോകുലിനെയാ. എല്ലാം പോട്ടെ, പാവം ഗൗരിമോള്, അവളുടെ മുഖ ഈ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ എന്നെ ഓരോ തവണയും പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇതുവരെ ഈ രഹസ്യം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, ഇനി പറയേയില്ല. കാരണം ഗോകുൽ എന്റെ നല്ല സുഹൃത്താ. ഈ വീട് വിട്ട് മറ്റെവിടെ പോയാലും കരയ്ക്ക് പിടിച്ചിട്ട മീനിനെ പോലെ അർച്ചന പെടഞ്ഞു മരിക്കും. ഗൗരിമോളും നിങ്ങളും ഈ കുടുംബമാ ഇപ്പൊ അവളുടെ പ്രാണൻ. ഞാൻ പറഞ്ഞതാ സത്യം ഗോകുൽ, അല്ലാതെ എനിക്കിതിൽ ഒരു പ്രത്യേക താല്പര്യവുമില്ല, ഒരു രഹസ്യ അജണ്ടയില്ല. ഗോകുൽ ഇനിയെങ്കിലും എന്നെ വിശ്വസിക്കണം. ഇനിയും ഞാൻ ചെയ്തത് തെറ്റാണെന്ന് ഗോകുലിന് തോന്നുന്നുണ്ടെങ്കിൽ മാപ്പ്. അർച്ചന ഇന്നും നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഉണ്ടാവണമെന്നാ ഇപ്പൊ എന്റെ ആഗ്രഹം. ഞാൻ പറഞ്ഞല്ലോ, അത് ഗോകുലിനേക്കാളേറെ ഗൗരിമോളെ ഓർത്തിട്ടാ. കാരണം അവളെ കാണുമ്പോൾ ഞാൻ ഓർക്കാറുള്ളത് എന്റെ ചിപ്പിമോളുടെ മുഖമാ. സ്നേഹം നിഷേധിക്കപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് അത് താങ്ങാൻ പറ്റില്ല. പിന്നെ കേസിന്റെ കാര്യം, നിയമം നിയമത്തിന്റെ വഴിക്ക് തന്നെ പോട്ടെ. ഒരു പ്രത്യേക ആനുകൂല്യവും ഗോകുൽ എനിക്ക് വേണ്ടി ചെയ്തു തരണ്ട. ആരുടെയും ദയയും ദാക്ഷിണ്യവും കൊണ്ട് അവന്തിക ഇന്ന് വരെ ജീവിച്ചിട്ടില്ല, ഇനി ജീവിക്കേയില്ല. ബൈ.